തേവലക്കര സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികരിച്ച് നാട്ടുകാർ. ചെരുപ്പെടുക്കാനായി മുകളിൽ കയറി ചെന്നപ്പോൾ കാൽ തെന്നിപ്പോയതോടെയാണ് ഷോക്കേറ്റതെന്ന് ദൃക്സാക്ഷിയായ നാട്ടുകാരൻ പറഞ്ഞു. ഉടനെ ലൈനിൽ 2 കൈകൊണ്ട് പിടിച്ചപ്പോൾ കാല് മടങ്ങി മുകളിൽ പോയി. ഇവനെന്തോ വേല കാണിക്കുകയാണെന്നാണ് താഴെ നിന്ന സഹപാഠികൾ വിചാരിച്ചത്. കൈ വൈദ്യുതി ലൈനിൽ തട്ടി പോവുകയായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. 10 മിനിറ്റോളം അങ്ങനെ കിടന്നു. പിന്നീട് അധ്യാപകരാണ് ബെഞ്ച് വെച്ച് തട്ടിയിട്ടത്. അന്നേരം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ ജീവനുണ്ടായിരുന്നുവെന്ന് പ്രദേശവാസി പറഞ്ഞു. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് മിഥുൻ പഠനത്തിനെത്തിയിട്ട് 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ. പടിഞ്ഞാറെ കല്ലട വലിയപാടം വിളന്തറ ക്ഷേത്രത്തിന് അടുത്താണ് മിഥുന്റെ വീട്. പട്ടുകടവ് സ്കൂളിൽ നിന്ന് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് ഈ അധ്യയന വർഷമാണ് മാറിയത്. ഹൈസ്കൂൾ പ്രവേശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മാറ്റം. സ്കൂളിൽ കളിക്കുന്നതിനിടെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പ് എടുക്കുന്നതിനിടയിലാണ് മിഥുന് ഷോക്കേറ്റത്. ക്ലാസ്സിലെ ബെഞ്ച് ഉപയോഗിച്ച് സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് കയറുമ്പോൾ കാൽ തെന്നി വൈദ്യുതി ലൈനിലേക്ക് വീഴുകയായിരുന്നു. സാധാരണ സ്കൂൾ ബസ്സിലാണ് മിഥുൻ സ്കൂളിലേക്ക് പോകുന്നത്. എന്നാൽ ഇന്ന് പിതാവ് മനുവാണ് മിഥുനെ സ്കൂട്ടറിൽ സ്കൂളിൽ എത്തിച്ചത്. അമ്മ സുജ കുവൈറ്റിൽ ഹോം നഴ്സായി ജോലിക്ക് പോയിട്ട് 3 മാസമേ ആകുന്നുള്ളൂ. സുജ രാവിലെ ഫോണിൽ വിളിച്ച് മനുവിനോടും മിഥുനോടും സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് സ്കൂളിലേക്ക് പോയത്. അപകടം നടന്നയുടനെ പഞ്ചായത്ത് അംഗം ശിവരാജന് വിവരം ലഭിച്ചു. മനുവിനൊപ്പം ആശുപത്രിയിലെത്തിയപ്പോഴേക്കും മിഥുൻ മരിച്ചു. കുവൈറ്റിൽ സുജ ജോലി ചെയ്യുന്ന കുടുംബം തുർക്കിയിലേക്ക് വിനോദയാത്ര പോയിരിക്കുകയാണ്. സുജയെയും ഒപ്പം കൂട്ടി. കൂലിപ്പണിക്കാരനായ മനോജിന് 2 മക്കളാണുള്ളത്. ഇളയ മകൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 4 മാസമേ ആയിട്ടുള്ളൂ ഇവരുടെ അമ്മ വിദേശത്തേക്ക് പോയിട്ട്. സുജയോട് ഇന്ന് വൈകുന്നേരത്തോടെ വിവരം പറഞ്ഞു. വീട്ടുജോലിക്കായിട്ടാണ് മിഥുന്റെ അമ്മ വിദേശത്തേക്ക് പോയത്. രാവിലെ മനോജ് മകനെയും കൂട്ടി സ്കൂളിലേക്ക് പോകുന്നത് കണ്ടെന്ന് നാട്ടുകാരും പറഞ്ഞു. പിന്നീട് അറിഞ്ഞത് ദുരന്ത വാർത്തയാണ്. നല്ലൊരു കിടപ്പാടം പോലും ഇവർക്കില്ല. വീടിന്റെ ദരിദ്രാവസ്ഥയെ തുടർന്നാണ് മിഥുന്റെ അമ്മ വിദേശത്തേക്ക് പോയത്. പുതിയ വീട് നിർമ്മിക്കാൻ ലൈഫ് പദ്ധതിയിൽ പേര് ചേർത്തിട്ടുണ്ട്. ഇതിന്റെ അനുമതി ലഭിച്ചിട്ടില്ല. മകനെ രാവിലെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് പോന്നതാണെന്നും പിന്നെ തനിക്കൊന്നും അറിയില്ലെന്നും പിതാവ് പറഞ്ഞു. അതേസമയം മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്കൂൾ കെട്ടിടത്തിലെ ജനാല വഴി മിഥുൻ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് കയറുന്നത് ദൃശ്യങ്ങളിൽ കാണാം. തെന്നി വീഴാൻ ഒരുങ്ങിയ സമയത്ത് വൈദ്യുതി കമ്പിയിൽ പിടിച്ചതിന് പിന്നാലെ മിഥുന് ഷോക്കേൽക്കുകയായിരുന്നു. തുടർന്ന് വൈദ്യുതി ലൈനുകൾക്ക് മുകളിലേക്ക് വീണു. വ്യാഴാഴ്ച രാവിലെയാണ് നാടിന് നടുക്കിയ സംഭവം. സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് ഇരുമ്പു ഷീറ്റുകളിട്ട സൈക്കിൾ ഷെഡ് നിർമ്മിച്ചിരുന്നു. ഈ ഷെഡിന്റെ മുകളിലേക്ക് വീണ ചെരുപ്പെടുക്കാനായി കയറിയതായിരുന്നു മിഥുൻ.